ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 7 എന്ന സംഖ്യയ്ക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, 7 ദിവസങ്ങൾ കൂടി ചേരുന്നതാണ് ഒരാഴ്ച. മഴവില്ലിന് 7 നിറങ്ങളുണ്ട്. സംഗീതത്തിന്റെ അടിസ്ഥാന ശബ്ദങ്ങൾ സപ്തസ്വരങ്ങൾ എന്നറിയപ്പെടുന്നതും 7 എണ്ണമാണ്. 7 പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണെന്ന് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 7-ന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പല പ്രാചീന പാരമ്പര്യങ്ങളിലും നാം കാണുന്നുണ്ട്. വിശ്വാസി അവന് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന സമയമെന്നുള്ളത് 7 യാമങ്ങളിലാണ്. ക്രിസ്തു തന്റെ പരിശുശ്രൂഷാ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സമയങ്ങളെ, യാമങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് 7 യാമങ്ങളായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഭ ക്രമീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ യാമം സന്ധ്യ നമസ്കാരം. ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യാ നമസ്കാരത്തോടു കൂടിയാണ് എന്നുള്ളതാണ് ക്രിസ്തീയ പാരമ്പര്യം. ഞായറാഴ്ച സന്ധ്യാ നമസ്കാരം എന്നുള്ളത് ശനിയാഴ്ച സന്ധ്യയിൽ നടത്തുന്ന സന്ധ്യാപ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെയാണ് നമ്മുടെ വിശ്വാസമനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ സന്ധ്യ ഞായറാഴ്ച വൈകിട്ട് നടത്തപ്പെടുന്നു. രണ്ടാമത്തേത് സൂത്താറ നമസ്കാരം. സന്ധ്യാപ്രാർത്ഥനയോടുകൂടെയാണ് സൂത്താറ നമസ്കാരം നടത്തപ്പെടുന്നത് എങ്കിലും സൂത്താറ നമസ്കാരം എന്നുള്ളത് പ്രത്യേക ഒരു യാമമായി ക്രമീകരിച്ചിട്ടുണ്ട്. ശയന നമസ്കാരമെന്നും ഉറങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിലേക്ക് കടക്കുമ്പോൾ ശരീരവും മനസ്സും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് പൈശാചികമായ സകല വ്യാപാരങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന സമയം. 3 രാത്രി നമസ്കാരം, പാതിരാത്രിയുടെ നമസ്കാരം. കർത്താവിന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് പോയതിനെ സൂചിപ്പിക്കുന്നു. രാത്രി നമസ്കാരത്തിൽ 4 കൗമകളുണ്ട്. 1-ാം കൗമ, 2-ാം കൗമ, 3-ാം കൗമ, 4-ാം കൗമ. 4 പ്രഭാത നമസ്കാരം. സാധാരണയായി രാത്രി നമസ്കാരത്തോട് ചേർന്ന് തന്നെയാണ് പ്രഭാത നമസ്കാരവും നടത്തപ്പെടുന്നത്. 5 3-ാം മണി നമസ്കാരം, 6 6-ാം മണി നമസ്കാരം, 7 9-ാം മണി നമസ്കാരം. യഹൂദ പാരമ്പര്യത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ സമയക്രമം അനുസരിച്ച് 3-ാം മണി നടത്തപ്പെടുന്നത് രാവിലെ 9 മണിക്കും, 6-ാം മണി നടത്തപ്പെടുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കും, 9-ാം മണി നമസ്കാരം നടത്തപ്പെടുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ആയി ക്രമീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ 7 യാമപ്രാർത്ഥനകൾ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ 7 സമയങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥനയിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. നാം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ ഏതൊരു പ്രവൃത്തിക്കും മുമ്പ് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു നൽകിയ ഒരു ശീലമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ഭക്ഷണത്തിന് മുൻപും പിമ്പും, വിശുദ്ധ വേദപുസ്തക വായനയ്ക്ക് മുൻപും പിമ്പും, കുരിശു വരയ്ക്കുമ്പോൾ, പള്ളിയിൽ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ തുടങ്ങിയ എല്ലാ പ്രവൃത്തികൾക്കുമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിലുണ്ട്. 7 പ്രധാന കൂദാശകളെ സഭ പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നന്മയാർന്ന സകല സംഗതികൾക്കും ഒരു കൗദാശികമായ മാനമുണ്ട് എന്ന് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നു. പരിശുദ്ധ സഭയുടെ വിശുദ്ധ കൂദാശകളുടെ പേരുകൾ എളുപ്പത്തിൽ നമുക്കൊന്ന് പഠിക്കാം ഒരു പഴയ OVBS ഗാനത്തിലൂടെ. താതൻ നൽകി കൂദാശകൾ തിരുസഭയുടെ പൊന്മക്കൾക്കായി, മാമോദിസ ശുദ്ധിയെഴും മൂറോൻ, കുംഭസാരം വിശുദ്ധ കുർബാന, പരിപാവന വിവാഹം നിർമ്മല പട്ടത്വം, പരിപാവന വിവാഹം നിർമ്മല പട്ടത്വം, ആശ്വാസം പകരാനായി രോഗീലേപനവും
ആശ്വാസം പകരാനായി രോഗീലേപനവും കൃപയുടെ ഈ ദൃശ്യകർമ്മങ്ങൾ താതൻ നൽകി നമുക്കായി, നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി.